ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല കിടിലനായിട്ടുള്ള 2 ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പം ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോയാലോ. നമുക്ക് ഓറഞ്ച് ജ്യൂസ് വേണം, ലെമൺ ജ്യൂസ് വേണം, ചിക്കൻ്റെ സ്റ്റോക്ക് വേണം, പിന്നെ കുറച്ച് എള്ള്, സ്പ്രിംഗ് ഓണിയൻ, ചില്ലി ഫ്ലേക്സ്, പിന്നെ ജിഞ്ചർ ചോപ്പ് ചെയ്തത്, ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ ലെമൻ്റെ സെസ്റ്റ്, ഓറഞ്ച് സെസ്റ്റ്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം മാഗി ക്യൂബ്സ്. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഐറ്റംസ്. പിന്നെ കോൺഫ്ലവർ വേണം, പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ചിക്കനെ മാഗ്നേറ്റ് ചെയ്യുകയാണ്. അതിന് നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് നീളത്തിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കണം. എന്നിട്ട് ഞാൻ ഹിമാലയയുടെ സോൾട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ നോർമൽ ഏത് സോൾട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അത് 1 ടീസ്പൂൺ ഇടുക. പിന്നെ കുറച്ച് കുരുമുളക്. ഇത് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇടുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ആകുമ്പോഴത്തേക്ക് ഒരു കോഴിയുടെ മുട്ടയുടെ വെള്ളം മാത്രം കുറച്ച് ഇടുന്നുള്ളൂ. കാര്യം ഒരു ബ്രസ്റ്റിൻ്റെ പീസല്ലേ ഉള്ളൂ, കുറച്ച് മതി നമുക്ക്. അതുകൊണ്ട് അതൊന്ന് ആഡ് ചെയ്ത് ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. മുട്ടയും കോൺഫ്ലവറൊക്കെ ഇടുന്നത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു കോട്ടിങ് ചിക്കന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചെറിയൊരു ഒരു എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി കൂടെ കുരുമുളകും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും ആ ബാറ്റർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്ത് അധികം ഉപ്പിടാവൂ. എന്നിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, മാഗ്നേഷൻ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കാം. ഒരുപാട് നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല, കാര്യം ഇത് ബ്രസ്റ്റ് പീസാണ്, വലിയ വീതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രം മതിയാവും ഇത് വറുത്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് ഇപ്പം ഞാൻ ഒരു ബ്രസ്റ്റ് പീസ് എനിക്ക് 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാനുള്ളതേ ഉള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ചിക്കൻ അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ലോ ഫ്ലെയിമിൽ ഇടണമെന്നൊന്നുമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ലൈറ്റ് ബ്രൗൺ കളറിലാക്കി നമുക്കിത് എടുക്കാം. സാധാരണ ചൈനീസ് ഡിഷുകൾ പോലെ തന്നെ പെട്ടെന്നാവുന്നൊരു കറിയാണ്. നമുക്കിതൊരു സ്റ്റാർട്ടറായിട്ടും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തി, നാൻ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, പെട്ടെന്നാവുന്നവരാണ്. നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം ഒന്ന് എടുത്തിട്ട് ഇത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യം. ഫ്രൂട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ളതൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ ഒരു പുളിയും നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു ചിക്കനാണ്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് നമ്മുടെ ലെമൺ ചിക്കൻ ചെയ്യാം. അതിന് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇടുക. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചറും ഗാർലിക്കും 1 ടീസ്പൂൺ ഇതിൻ്റെ അകത്തിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന മണം ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റണം. ആ സമയത്ത് നമുക്ക് ചിക്കൻ്റെ ക്യൂബ്സ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചിക്കൻ്റെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ലൂസായിട്ടുള്ളൊരു ലിക്വിഡ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വഴണ്ടി വന്നു. ഇതിലേക്ക് നമുക്ക് ലെമൻ്റെ സെസ്റ്റ് ഇടാം. ലെമൻ്റെ സെസ്റ്റ് ഒന്നുമില്ല, എളുപ്പമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കഴുകി വൃത്തിയാക്കിയ ലെമൺ എടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി മാത്രം ഗ്രേറ്ററിൽ കൂടെ എടുക്കുക. അതിൻ്റെ വെള്ളഭാഗം എടുക്കരുത്. വെള്ളഭാഗം എടുത്തു കഴിഞ്ഞാൽ കയ്പ്പ് വരും. അപ്പം കയ്പ്പ് വരാത്ത രീതിയിൽ 1 ലെമൻ്റെ സെസ്റ്റ് മാത്രം നമ്മൾ എടുത്തതാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത്. ഈ സെസ്റ്റിൻ്റെ അകത്ത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ഫ്ലേവർ വരും. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് നല്ലപോലെ കുറുക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ്. ഇനി അത് കറി ഒരുപാട് കുറുകിപ്പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് കുറച്ചുകൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം.
കറി ഒരുപാട് കുറുകിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തിരി കൂടെ അത് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. നല്ലപോലെ ഒന്ന് ഒരു സോസിൻ്റെ തിക്ക് സോസ് പോലെ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. നമ്മുടെ ഈ കറി എന്ന് പറഞ്ഞാൽ എരിയും പുളിയും എല്ലാം ഉള്ളൊരു ഡിഷാണ്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫ്രൈസ് കുറച്ച് പകുതി എടുത്ത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. കാര്യം നമ്മൾ വേറൊരു ചിക്കൻ കറിയും കൂടെ ചെയ്യുന്നുണ്ട്. ബാക്കി പകുതി നമ്മൾ അതിലേക്കാണ് ഇടുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഡിഷ് മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇടാം. പിന്നെ ലാസ്റ്റ് ഇത്തിരി ചില്ലി ഫ്ലേക്സും എള്ളും പിന്നെ സ്പ്രിംഗ് ഓണിയനും വെച്ച് നമുക്കിത് ഗാർണിറ്റ് ചെയ്യാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ലെമൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എന്ത് സിമ്പിളല്ലേ, പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ലാസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹണിയും കൂടെ ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ നമ്മൾ ലെമൺ ചിക്കൻ റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ചിക്കനാണ്. ഓറഞ്ച് ചിക്കൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. നേരത്തേതിൽ എരി കുറവായിരുന്നു, പക്ഷേ ഈ ഓറഞ്ച് ചിക്കൻ്റെ അകത്ത് എരിയും സ്പൈസസും എല്ലാം കൂടെ ഉള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ചെയ്യുന്ന രണ്ടും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് ബട്ടർ ഇടുക, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതൽ തന്നെ നമ്മളിതിൻ്റെ അകത്ത് ഇടും. അപ്പോഴാണ് നമ്മുടെ ഈ ഓറഞ്ച് ചിക്കന് ഇത്തിരി സ്പൈസിനെസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലെമണിൻ്റെ സെസ്റ്റ് എടുത്തത്, അതേപോലെ ഓറഞ്ചിൻ്റെ സെസ്റ്റ് നമുക്ക് ഗ്രേറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതും നേരത്തെ പറഞ്ഞ പോലെ വെള്ളഭാഗം വരരുത്. ഓറഞ്ചിൻ്റെ തൊലി നല്ല കഴുകിയെടുത്ത ഓറഞ്ചിൻ്റെ വെളിയിലത്തെ ഭാഗത്ത് മാത്രം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ചിക്കൻ സ്റ്റോക്കിൽ കോൺഫ്ലവർ കലക്കി മിക്സിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഒക്കെ ഇട്ട് നല്ലപോലെ കുറുക്കിയെടുക്കാം. അപ്പോൾ നല്ല കുറുകി വന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ പീസസ് ഇടുവാണ്. ഇതിപ്പോൾ നല്ലൊരു ചപ്പാത്തിക്കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇത്തിരി കൂടെ ലൂസായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്കൊക്കെ വെച്ച് ലൂസാക്കി ഉണ്ടാക്കി നല്ലൊരു കറി പോലെ നമുക്ക് എടുക്കാം. പിന്നെ ഈ കറിക്ക് ഫൈനൽ ടച്ചായിട്ട് കുരുമുളക് പൊടിയും എള്ളും തേനും പിന്നെ സ്പ്രിംഗ് ഓണിയനും ചെയ്ത് നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഡിഷുമായി വരുന്നത് വരെ ബൈ.